ഹലോ ഫ്രണ്ട്സ്, അൽവാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഇടിച്ചക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. 2 കഷ്ണങ്ങളാക്കി മുറിക്കുക. ഇതിൻ്റെ തോല് അത്യാവശ്യം നല്ല കട്ടി ഉള്ളതാണ്. ഇത് പറിച്ച് 2 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ കറ അങ്ങനെ ഉണ്ടാവില്ല, വെള്ളനീർ അധികം ഉണ്ടാവില്ല. നമുക്ക് വേഗം പറിച്ച് അപ്പം തന്നെ വെക്കുന്നതാണെങ്കിൽ ഭയങ്കര വെള്ളനീയായിരിക്കും. ചിലവർ കറ എന്ന് പറയും, ചിലവർ വെള്ളനീ എന്ന് പറയും. ഞങ്ങളൊക്കെ പറയാം വെള്ളനീന ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞ് മുറിക്കുന്നതാണെങ്കിൽ അത്ര വെള്ളനീരുണ്ടാവില്ല. കയ്യുമ്മേലും കത്തിയുമ്മേലൊക്കെ പറ്റിയിട്ട് മുറിച്ചിടാനാവില്ല. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒന്നും അറിയില്ല, മുറിച്ചിടാനൊന്നും അറിയില്ല. ഇതിൻ്റെ ഗുണങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇടിച്ചക്ക നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണല്ലോ. ക്യാൻസർ തടയാനും പിന്നെന്തൊക്കെയോ ആരോഗ്യ ഗുണങ്ങൾ പറയപ്പെടുന്നുണ്ട്. എനിക്ക് പറയാനറിയില്ല, എന്നാലും ഇത് നല്ലതാണെന്നറിയാം. ഇപ്പോഴത്തെ കുട്ടികളൊന്നും കയ്യുമ്മേൽ വെള്ളനീയാവുന്നതുകൊണ്ട് ഇത് മുറിച്ചിടില്ല. മക്കൾക്കൊന്നും അറിയുന്നില്ല ഇടിച്ചക്കയൊന്നും. കൂട്ടാൻ ഭയങ്കര രുചികരമായ ഇതാണല്ലോ, നല്ല ടേസ്റ്റുള്ളതാണല്ലോ ഇടിച്ചക്ക ഉപ്പേരി. നല്ല തോല് ചെത്തി മുറിച്ചിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അതിൻ്റെ കയ്യും മുറിഞ്ഞ്, കത്തി നല്ല മൂർച്ചുള്ള കത്തിയാണ്. ഇടിച്ചക്ക തോല് കട്ടിയാണല്ലോ, അതുകൊണ്ട് കത്തി ഒന്ന് ഉരച്ചേനു പെട്ടെന്ന് കൈ മുറിഞ്ഞ് ചോര വന്ന് ഒരുപാട് ചോര പോയി. കൈ കഴുകിയതാ പോയിട്ട് കുറേ നേരം കഴിഞ്ഞ് ചോരയൊക്കെ കളഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ട് തുണിയെടുത്ത് കെട്ടി. കൈ മുറിഞ്ഞ ചോര നിൽക്കാൻ വേഗം പോയിട്ട് അതാണല്ലോ ചെയ്യുക. മഞ്ഞപ്പൊടി, ഇത് പച്ച മഞ്ഞൾ പൊടിച്ചതായതുകൊണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് പിന്നെ ദോഷമൊന്നും ഉണ്ടാവില്ലായിരിക്കും. പിന്നെ കൈ വെച്ചിട്ട് മുറിച്ചിക്കില്ല, കട്ടിങ് ബോർഡിൻ്റെ മുകളിൽ വെച്ച് മുറിച്ച് ചെറുതായി മുറിച്ചിട്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. ഇതിൻ്റെ തോല് ചെത്തുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. തോലിന് കട്ടിയുള്ളതായതുകൊണ്ട് കൈമുറിയാൻ സാധ്യതയുണ്ട്.
നല്ല വൃത്തി മുറിച്ചിട്ട് നല്ല വൃത്തിയിൽ കഴുകി കുക്കറിലിട്ട് വെച്ചാൽ, പണ്ടൊക്കെ അമ്മീൻ്റെ മുകളിലിട്ട് ഇടിച്ചെടുക്കുക ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചാൽ വേഗം ഇത് കുരുണ്ട് പോകും. പാകത്തിന് വെള്ളം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടിയിട്ട് നല്ല മിക്സാക്കി കുക്കറിലിട്ട് 1 വിസിൽ വരുമ്പോൾ ഓഫാക്കുക. വെള്ളം കൂടുതൽ വെക്കരുത്. വെള്ളം ഇതെടുക്കുമ്പോഴത്തേന് വറ്റണം. വേകുമ്പോഴത്തേക്ക് വെള്ളം വറ്റാൻ പാകത്തിന് ആവശ്യത്തിന് വെള്ളം വെക്കുക. നല്ലോണം വെന്ത് 1 വിസിൽ വന്നാൽ മതി. അധികം വെന്ത് കഴിഞ്ഞാൽ കുരുണ്ട് പോകും. പാകത്തിന് കിട്ടണമെങ്കിൽ 1 വിസിൽ വരുമ്പം തന്നെ എടുക്കും. കടുക്, കറിവേപ്പില, വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ലതാണ്. ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടില്ല. കുറച്ച് അരിഞ്ഞ് ഇട്ട് കുക്കറിൽ തന്നെ കയ്യിലും കൊണ്ട് തട്ടിയെടുത്ത് ഉടച്ചെടുത്തതാണ്. മിക്സിയിലിട്ടാൽ കുരുണ്ട് പോകും. പണ്ടൊക്കെ അമ്മീൻ്റെ മുകളിലൊക്കെ ഇട്ട് ഇടിച്ചെടുക്കുക ചെയ്യുക. ഇപ്പം പിന്നെ കുക്കറിലിട്ട് 1 വിസിൽ വരുമ്പോഴത്തേക്ക് വെന്ത് കിട്ടുമല്ലോ. വേഗം കുക്കറിൽ നിന്ന് ഉടച്ചെടുക്കും. വെള്ളം